ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്നത്തെ യുവതലമുറയും കുട്ടികളും ലഹരിയുടെയും മറ്റു മാരകമായ MDMA പോലുള്ള ലഹരി പദാർത്ഥങ്ങളുടെയും പിന്നാലെയുള്ള ഓട്ടത്തിലാണ്. അവ ലഭ്യമാകുവാൻ ഏത് വിധത്തിലും അവർ മാതാപിതാക്കളെയും കൂട്ടുകാരെയും സഹോദരങ്ങളെയും ഉപദ്രവിക്കുവാൻ തയ്യാറെടുക്കുന്നു. ഏതു വിധേനയും അത് ലഭ്യമാകുക എന്നത് അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിത്തീരുന്നു. മാതാപിതാക്കളെ, നിങ്ങളോടൊരു വാക്ക്. നിങ്ങൾ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ ഓടുമ്പോൾ ആ ഓട്ടത്തിനിടയിൽ നിങ്ങളുടെ മക്കളെ കണ്ടില്ലെന്ന് നടിക്കരുത്. വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയം അവരോടൊപ്പം ചെലവഴിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ അവരെക്കൊണ്ട് തന്നെ പറയിച്ച് അത് മനസ്സിലാക്കി അതിനൊരു പ്രതിവിധി കണ്ടെത്തി കൊടുക്കുവാനും നിങ്ങൾ ശ്രമിക്കണം. ജനിക്കുമ്പോൾ മുതൽ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ കുഞ്ഞിനെ താരതമ്യപ്പെടുത്തി വഴി കേൾക്കേണ്ടി വരുന്ന ഒത്തിരിയേറെ കുഞ്ഞുമക്കളുണ്ടാവും. അവനെ കണ്ടുപിടിക്കുക, അവളെ കണ്ടുപിടിക്കുക. അങ്ങനെ താരതമ്യം ചെയ്യാതെ നിങ്ങളുടെ സ്വന്തം മക്കളെ അവരുടെ കഴിവുകൾ മനസ്സിലാക്കി അതിനെ വളർത്തിയെടുത്ത് കൊണ്ടുവരുവാൻ വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യുക. ഈ മാരകമായ ലഹരിക്ക് അടിമപ്പെടാതെ അവരുടെ ഇഷ്ടങ്ങളെ മുന്നോട്ട് നിർത്തി, അവരുടെ ആഗ്രഹങ്ങളെ മുന്നോട്ട് നിർത്തി ആ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ വേണ്ടി, നന്മയുടെ പാതയിലൂടെ ചരിക്കുവാൻ വേണ്ടി നിങ്ങളും അവരോടൊപ്പം നിൽക്കുക. അധ്യാപകരും അതോടൊപ്പം തന്നെ ആ കുഞ്ഞുമക്കളുടെ കാര്യത്തിൽ അത്രയേറെ തൽപരരായി ഇടപെടുമ്പോൾ മാതാപിതാക്കൾ എന്താണ് ചെയ്യുന്നത്? ഇന്നത്തെ കാലത്ത് കുട്ടിയെ ഒന്ന് അടിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്യുമ്പോൾ ഓടിച്ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നു. അതാണ് ഇന്നത്തെ സമൂഹത്തിൽ സംഭവിക്കുന്നത്. അങ്ങനെ ചെയ്യാതെ തങ്ങളുടെ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്തുവാനുള്ള അവകാശം അധ്യാപകർക്ക് കൊടുക്കുക. ഒരിക്കലും മാരകമായ രീതിയിൽ ഉപദ്രവിക്കുന്ന രീതിയിലായിരിക്കില്ല അധ്യാപകർ ചെയ്യുക. സ്വന്തം മക്കളെന്ന രീതിയിൽ അവരെ ആ ശിക്ഷണത്തിൽ വളർത്തിയെടുക്കുവാനായിരിക്കും അവർ ശ്രമിക്കുക. ആ കാഴ്ചപ്പാടിലൂടെ മാതാപിതാക്കളും അത് കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ലഭ്യമാകാത്ത ഒരു സൗകര്യങ്ങളും ഉണ്ടാവില്ല. എന്നാൽ അത് തീരെയില്ലാത്ത ജനഭാഗവും ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും മക്കളെ നന്മയുടെ പാതയിലൂടെ വളർത്തുവാൻ ഇന്നത്തെ കാലത്ത് ശ്രദ്ധാലുക്കൾ ആകേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷയോടെ. ശുഭദിനം.